friends, hello guys, welcome back to my YouTube channel ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് ടാരോട്ട് കാർഡ് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇതെൻ്റെ മൂന്നാമത്തെ ചാനലാണ്. ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിൻ്റെ മൂന്നാമത്തെ ചാനലാണ് ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളം. ഓക്കെ, അപ്പോൾ സോറി 2-3 ദിവസം വീഡിയോ ഇടാൻ പറ്റില്ല. എനിക്ക് തൊണ്ടടപ്പ്, ചുമ, ശ്വാസം, ബ്രീത്തിങ് പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് വീഡിയോ ഇല്ലാതിരുന്നത്. ഓക്കെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡീറ്റെയിൽ റീഡിംഗ് തന്നെയാണ്. വിത്ത് 13 കാർഡ്സ്, 13 കാർഡ്സ് വെച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ റീഡിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ എൻ്റെ തൊണ്ട ശരിയായി വരുന്നതേ ഉള്ളൂ, സോ ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ തമ്പനയിൽ കൊടുത്തിരിക്കുന്ന പോലെ ഈ വ്യക്തിയുമായി നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കുമോ, ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ എന്നും വെച്ചിരിക്കുന്നത് പോലെ 2 പൈൽസ് വെച്ചിട്ടുള്ള റീഡിംഗ് അല്ല, പകരം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങളത് മനസ്സിലേക്ക് ഏറ്റെടുക്കുക. നിങ്ങൾ ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ, അതിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ്, സ്മൂത്ത് ഗോയിങ്, ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽ റീഡിംഗ് പൂർണ്ണമായിട്ടും കണ്ടിരിക്കുക. തുടക്കം മുതൽ അവസാനം വരെ കാണുക. ബ്രീത്ത് ഇൻ ചെയ്യുക, ഔട്ട് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് ശ്വാസം വലിച്ച് റിലീസ് ചെയ്യുക. പോസിറ്റീവായിട്ടിരിക്കുക, കൂളായിട്ടിരിക്കുക. മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ ദയവേത് നിങ്ങൾ കാണരുത്. ആൻഡ് ഓൾസോ നിങ്ങളിത് കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുക. ആൻഡ് ഓൾസോ ഈ ഒരു പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, സോ വി ബാക്ക് ടു റീഡിംഗ്. നമ്മൾക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. സോ ഈ വ്യക്തിയുമായി നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കുമോ, ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഹിയർ വി ഗോ ടു ദ ഫസ്റ്റ് കാർഡ്. ഐ മീൻ, നിങ്ങളെ ഈ വ്യക്തി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്. ആൻഡ് ഓൾസോ വി ഗോട്ട്, ഞാൻ കാർഡ് കണ്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണിക്കാം. ദ ട്രൂത്ത് കാർഡാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. ഓക്കെ, അത് മേ ബി ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞുനാൾ തൊട്ടേയുള്ള കൂട്ടുകാരനാകാം, കൂട്ടുകാരിയാകാം. ഓക്കെ, ബാല്യകാല സുഹൃത്താകാം. അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ വഴി കണ്ടുമുട്ടിയ റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രപ്പോസലായിട്ട് വന്ന ഒരു പേഴ്സൺ ആകാം. ഓക്കെ, ഇതിലേത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഈ പേഴ്സൺ, ഈ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ, ഒരുപാട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, അതായത് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, നല്ല കാര്യങ്ങളായിക്കോട്ടെ മോശം കാര്യങ്ങളായിക്കോട്ടെ, എന്ത് കാര്യമായാൽ കൂടി നിങ്ങളിലൂടെ, നിങ്ങൾ കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച്, ഒരു സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളുടെ വരവോട് കൂടിയാണ് എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും. അതൊരു പക്ഷേ ഒരു പരിധി വരെ നിങ്ങൾക്കും അറിയാൻ പറ്റുന്നുണ്ടാകാം. ഓക്കെ, അതായത് നിങ്ങൾ വന്നത് മേ ബി ഈ പേഴ്സൺ ജോലി ഇല്ലാതെ, അല്ലെങ്കിൽ മേ ബി ഇതിനു മുമ്പ് എന്തെങ്കിലും ചീറ്റിംഗ് എനർജിയൊക്കെ കിട്ടിയിട്ട് ഈ വ്യക്തി വളരെയധികം വിഷമിച്ച് ഒറ്റപ്പെട്ട് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കണം നിങ്ങളെ ഒരു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ വ്യക്തി കാണുന്നതും കണ്ടുമുട്ടുന്നതും സ്നേഹത്തിലേക്കാകുന്നതും അതിലൂടെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാരണം ഈ പേഴ്സണെ സംഭവിച്ചിട്ടുള്ളത് നെഗറ്റീവ് ആകാനായിട്ട് ഒട്ടും തന്നെ സാധ്യതയില്ല, കൂടുതലും പോസിറ്റീവ് ആകാനായിട്ടാണ് സാധ്യത. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത് ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കള്ളങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, കള്ളങ്ങളോ അല്ലെങ്കിൽ നുണ പറയുക,
അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ദുർനടപ്പ് അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവുക, നുണ പറയുക, അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ടുള്ള പ്രണയബന്ധത്തിൽ സത്യസന്ധത കാണിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ സോറി, അപ്പോൾ അങ്ങനെയൊന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അതായത് നിങ്ങൾ അങ്ങനെയൊന്നും ഈ പേഴ്സണോട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. വളരെ പോസിറ്റീവും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും അതുപോലെ തന്നെ സത്യസന്ധവുമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴായാലും മേ ബി അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകണം. അതായത് ഈ പേഴ്സണോട് നിങ്ങൾ എപ്പോഴും 100% നീതി പുലർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യത്തെ കുറിച്ചിട്ട് പറയുമ്പോഴായാലും അവിടെ 100% സത്യസന്ധതയോട് കൂടിയായിരിക്കും നിങ്ങൾ ഈ വ്യക്തിയോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംസാര ശൈലിയും നിങ്ങൾ സംസാരിക്കുന്ന രീതിയും നിങ്ങൾ കൂടുതൽ ക്ലാരിഫിക്കേഷനോട് കൂടി പറയുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ ഈ പേഴ്സണ് വലിയ ഇഷ്ടമാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്, അതായത് വിധി എന്ന് പറയുന്നത്, അതായത് നിങ്ങളെ എങ്ങനെയാണോ ഈ പേഴ്സൺ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അത് കംപ്ലീറ്റ്ലി സത്യസന്ധമായിട്ടുള്ള വ്യക്തിയാണ് എന്ന് തന്നെയാണ് നമുക്കിവിടെ കൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഈ വ്യക്തിയുടെ മുന്നിൽ നിങ്ങൾക്ക് വളരെയധികം സത്യസന്ധമായിട്ടുള്ള ഒരു ഇമേജ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ടോ? ഓക്കെ, നിങ്ങളെ നല്ല രീതിയിലൊക്കെയാണ് ഈ വ്യക്തി കാണുന്നത്, പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ നിങ്ങൾക്ക് പ്രാധാന്യം തരുന്നുണ്ടോ, വാല്യൂ തരുന്നുണ്ടോ, നമുക്ക് നോക്കാം. അതായത് ബിക്കോസ് നമ്മൾക്ക് യൂണിവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. സോ യൂണിവേഴ്സ് പരമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് നമ്മൾക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതായത് ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് വന്ന ഒരു വ്യക്തിയല്ല ഈ പേഴ്സൺ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചെറിയ ഒരു കാലഘട്ടത്തേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നേരം പോക്കിന് നോക്കിയേക്കാം എന്നുള്ള രീതിയിൽ വന്ന ഒരു വ്യക്തിയല്ല. അതായത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് പറയുന്നത് ഇറ്റ്സ് ടോട്ടലി ഒരു സ്പിരിച്വൽ ആൻഡ് ഡിവൈൻ കണക്ഷൻ തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും കടന്നു പോയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെന്റൽ ട്രോമ എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെ ആയിട്ടാണ് കാണിക്കുന്നത്. അത് ട്രോമ എന്ന് ഉദ്ദേശിക്കുന്നത് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഏകദേശം സെയിം എനർജി ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ ഈ വ്യക്തി നിങ്ങളെ വാല്യൂ തരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തുടക്കത്തിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് പ്രാധാന്യം തന്നിരുന്നു. ഓക്കെ, അതായത് ഈ പേഴ്സൺ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വാല്യൂ തന്നിരുന്നു. പക്ഷെ എവിടെയൊക്കെയോ വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു എനർജി നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ കറണ്ട് എനർജി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ ചെറുതായിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ അല്ല. അതിപ്പോൾ കോളിങ്ങിലൂടെ ആയാലും മെസ്സേജ് ചെയ്യുന്ന കാര്യത്തിലായാലും ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ അവൈലബിൾ ആയിട്ട് കാണിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയ ജീവിതത്തിൽ ഈ വ്യക്തി നിങ്ങളെ പാതി വഴി ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ കൊണ്ടെത്തിച്ചിട്ട് ഈ വ്യക്തി കടന്നു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രണയ സായാഹ്നത്തിൽ, നിങ്ങളുടെ ഈ ഒരു ലവ് ജേണിയിൽ നിങ്ങൾ ഒറ്റക്കാണ് നിൽക്കുന്നത്, ഒറ്റപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. ഈ വ്യക്തിയും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വേറെ കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ വ്യക്തിയും ഒറ്റയ്ക്ക് തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു ലവ് ജേണി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രണയിച്ച് വേണ്ടേ മുന്നോട്ട് പോകാനായിട്ട്. ആ ഒരു ജേണിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും രണ്ട് ഡയറക്ഷനിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ആത്മാവ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സ് അത്രയും പ്യോർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അട്രാക്റ്റീവ് അഫർമേഷൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് വിശ്വസിക്കുന്നുമുണ്ട്. അതായത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും,
ഈ വ്യക്തി പോയി കഴിഞ്ഞാൽ എവിടം വരെയും പോകാനാണ്, എത്ര ദൂരെ പോയാലും ഈ വ്യക്തി അവസാനം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അതങ്ങനെ തന്നെ വിശ്വസിക്കുക. ബിക്കോസ് നിങ്ങളുടെ ജീവിതത്തിലേക്കും വെളിച്ചം കൊണ്ടുവന്നത് ഒരു പരിധിവരെ ഈ പേഴ്സൺ തന്നെയാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ഇരുട്ട് നിറഞ്ഞ ജീവിതമായിരുന്നു. അപ്പൊ അത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെയാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ദ നെക്സ്റ്റ് കാർഡ് വിൽ ബി ദ വിസ്ഡം കാർഡ്. നിങ്ങളായിട്ട് ഈ പേഴ്സണെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടോ? അതായത് ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ആഗ്രഹം ഉണ്ടാകും അല്ലേ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് ഈ പേഴ്സണായിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകും. ഈ പേഴ്സണും ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ ഈ പേഴ്സൺ ഉള്ളത്. ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഈ പേഴ്സൺ ഒരു ബിസി എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു എനർജി പ്രകാരം നോക്കുകയാണെങ്കിൽ ദിസ് പേഴ്സൺ ഈസ് വെരി ബിസി വിത്ത് ഹിസ് വർക്ക്. അതായത് ഈ പേഴ്സൺ എന്തെങ്കിലും ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ ആ കാര്യത്തിൽ വളരെയധികം ബിസി ആയിട്ട് കാണിക്കുന്നു, തിരക്കായിട്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ ഈ പേഴ്സൺ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഇടുന്ന ഫോട്ടോസോ വീഡിയോസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളിപ്പോൾ എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സെലിബ്രേഷനിലാണോ, നിങ്ങൾ ആരുടെ കൂടെയാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ അറിയാവുന്ന ആൾക്കാരിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ദിസ് പേഴ്സൺ ഈസ് നോട്ട് റെഡി ഫോർ കമ്മ്യൂണിക്കേഷൻ. നിങ്ങളായിട്ട് സംസാരിക്കാനോ തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും സംസാരിക്കാനോ ഈ വ്യക്തി ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സോ അതിൽ നിങ്ങൾ വിഷമിക്കണ്ട. ബിക്കോസ് ഈ പേഴ്സൺ പിന്നീട് നിങ്ങളുടെ അടുത്തേക്ക് വരും. ബട്ട് ഇപ്പോൾ ഈ പേഴ്സൺ ബിസി എനർജിയാണ് കാണിക്കുന്നത്. ഒരു ട്രാവലിംഗ് എനർജിയൊക്കെ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. മേ ബി ഈ പേഴ്സൺ ഒരു യാത്രയിലായിരിക്കാം, ഈ പേഴ്സന്റെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോ. ഓക്കെ, പക്ഷേ എന്താണ് ഈ പേഴ്സൺ നിങ്ങളെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ വീട്ടിലേക്ക് നിങ്ങളെ ഒരു അംഗമായിട്ട് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് കിട്ടിയിരിക്കുന്നത് ദ ഫേം ഫൗണ്ടേഷൻ ആണ്. അതായത് ഈ വ്യക്തിയുടെ ലൈഫിൽ ഓക്കെ, ഈ പേഴ്സന്റെ ഒരു എനർജി പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും ഈ വ്യക്തി തളരില്ല. ബിക്കോസ് ഈ വ്യക്തിക്ക് ഒരുപാട് ഗാർഡിയൻ ഏഞ്ചൽസ് ഈ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ വ്യക്തിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരു പരിധിവരെ നിങ്ങളുടെ കാര്യത്തിലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗാർഡിയൻ ഏഞ്ചൽ ഈ പേഴ്സണെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ തകർച്ചകളും അല്ലെങ്കിൽ സങ്കടങ്ങളും നഷ്ടങ്ങളും ഉണ്ടായാലും ഈ പേഴ്സൺ ഒരിക്കലും തളരില്ല. ബിക്കോസ് അതിനെ ഒരു പാഠമാക്കി എടുത്തുകൊണ്ട് മുന്നോട്ട് കുതിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ബിക്കോസ് ദ ഫേം ഫൗണ്ടേഷൻ ആണ്, ഐ മീൻ ഒരു കോൺക്രീറ്റ് അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതായത് ഈ പേഴ്സൺ ചെറിയ കാര്യത്തിൽ വിഷമിക്കുകയോ അല്ലെങ്കിൽ തളർന്നു വീഴുകയോ നെഗറ്റീവ് ആവുകയോ ഈ പേഴ്സൺ ചെയ്യില്ല. പക്ഷേ ഈ പേഴ്സന്റെ ജീവിതത്തിൽ പണ്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ, അതിപ്പോ നല്ലതും ചീത്തയും നടക്കുമല്ലോ, അപ്പൊ അതിൽ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ ഒരു പാഠമാക്കി എടുത്ത് ഈ പേഴ്സൺ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റിലേക്ക് വരാത്തത് ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള പാഠങ്ങൾ ഈ വ്യക്തിയുടെ മുൻ ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അതായത് ഈ പേഴ്സന്റെ പണ്ടത്തെ ജീവിതത്തിൽ ഈ പേഴ്സണെ സ്നേഹിച്ച് വഞ്ചിച്ചു എന്ന് വിചാരിക്കുക. ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോ ഈ പേഴ്സണെ സ്നേഹിച്ചു വഞ്ചിച്ചു. സോ അത് ഈ പേഴ്സൺ ഒരു ലെസൺ ആക്കിയെടുത്ത് ഒരു പാഠമാക്കിയെടുത്ത് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ പ്രപ്പോസൽ വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. സോ ഈ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട്. ബട്ട് ഈ പേഴ്സൺ 100%ഉം നിങ്ങൾക്ക് തരാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതായത് നിങ്ങളിപ്പോൾ ഈ പേഴ്സണെ കോൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് രാവിലെ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഈ പേഴ്സൺ മേ ബി ആ മെസ്സേജ് കാണുന്നത് രാത്രിയായിരിക്കും. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സൺ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരുന്നില്ല.
ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് കൂളായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഇപ്പോൾ നിലവിൽ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ക്ലാരിറ്റി വേണം, അതായത് വ്യക്തത വേണം. അങ്ങനെ വ്യക്തത വന്നാൽ മാത്രമാണ് ഈ പേഴ്സന്റെ ജഡ്ജ്മെന്റിന് നിങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂ. അതായത് ഈ പേഴ്സൺ എന്ത് കാര്യത്തിനെയും ജഡ്ജ്മെന്റ് ചെയ്യും, അതായത് വിധി നിർണയിക്കും. നല്ലതാണോ ചീത്തയാണോ, ഇത് എനിക്ക് നല്ലതാണോ, അല്ലെങ്കിൽ ഈ വ്യക്തിയെ കൊണ്ടിട്ട് എനിക്ക് ചീത്ത കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് പരിശോധിച്ച് അത് ചിന്തിച്ച് വ്യക്തമാക്കിയതിന് ശേഷം മാത്രമേ ഈ വ്യക്തി ആ ഒരു പേഴ്സണെ ലൈഫിലേക്ക് സ്വീകരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ജഡ്ജ്മെന്റ് എനർജി മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേഴ്സണ്. അത് ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ഈ പേഴ്സണ് കൊടുത്തിട്ടുണ്ട്, സന്തോഷങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഈ പേഴ്സണോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. ബിക്കോസ് ഈ പേഴ്സന്റെ ജീവിതത്തിൽ പണ്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പേഴ്സണെ ഒരുപാട് ദുഃഖിപ്പിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ, അറിയാതെ, ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാതെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു കാര്യത്തിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കത്തില്ല. ഓക്കെ, അപ്പൊ അതൊരു നല്ല തീരുമാനമായിട്ട് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി മിസ് ഡയറക്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്രണയത്തിന്റെ പിന്നാലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നാലെയോ അല്ല. ഈ പേഴ്സൺ ഇപ്പോൾ കുറച്ചും കൂടി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വെൽത്തിലേക്ക് പോകുന്നുണ്ട്. അതായത് പുതിയ വീട് വാങ്ങുക, പുതിയ കാറ് വാങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഈ പേഴ്സൺ തുടങ്ങി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പേഴ്സൺ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, വീടോ കാറോ സംതിങ്. ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ബിസി എനർജിയിലാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ പേഴ്സണ് ക്രിയേറ്റീവ് തിങ്കിങ് നിങ്ങളെ കുറിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങളെ കുറിച്ചിട്ട് ഓർക്കുന്നില്ലേ, നിങ്ങളെ മാറ്റി നിർത്തുകയാണോ, നിങ്ങളുടെ പ്രണയത്തിന് ഈ പേഴ്സൺ പ്രാധാന്യം തരുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് നമ്മൾക്ക് ഉത്തരമായിട്ട് കിട്ടിയിരിക്കുന്നത് പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് എന്നാണ്. അതായത് ഈ പേഴ്സണ് നല്ല രീതിയിൽ ക്ഷമയുണ്ട്. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ അത്രത്തോളം ക്ഷമ ഉണ്ടാകണം എന്നില്ല. പക്ഷെ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ക്ഷമയുണ്ട്. ബിക്കോസ് എടുത്തു ചാടി ഈ പേഴ്സൺ ഒരു തീരുമാനവും എടുക്കത്തില്ല. റഷിങ് എനർജി അല്ല. അതായത് ധൃതി പിടിച്ച് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുക, അവസാനം തലയെ കൈവച്ചിട്ട് അയ്യോ എനിക്കങ്ങനെ പറ്റിപ്പോയി എന്ന് പറയുന്ന ഒരു പൊട്ടനായ അല്ലെങ്കിൽ ഒരു ഫൂൾ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല ഈ പേഴ്സൺ. ബിക്കോസ് വി ക്യാൻ സീ ദിസ് രണ്ട് തൂണുകൾ നമുക്ക് കാണാം അല്ലേ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഡിനോട്ടിങ് ദ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ആണ്. വളരെ സമാധാനത്തോടു കൂടിയും ശാന്തതയോടു കൂടിയും ഇരുന്നു കൊണ്ട് ഈ പേഴ്സൺ അതിനൊരു അടിത്തറ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓക്കെ നിങ്ങളെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ഈ പേഴ്സൺ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല എന്നല്ല, ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സണ് നല്ല രീതിയിൽ ക്ഷമയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം സമയം പിടിക്കും. സ്ലോ മൂവിങ് എനർജിയാണ് കാണിക്കുന്നത്. നാളെ തന്നെ ഈ പേഴ്സൺ ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, നിങ്ങളെ നാളെ തന്നെ വന്ന് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങളും ഈ പേഴ്സന്റെ ഒപ്പം എന്ത് കാര്യവും ഫേസ് ചെയ്യാനും, അതുപോലെ ഈ വ്യക്തിയുടെ കൂടെ നിന്നുകൊണ്ട് ഈ വ്യക്തി ക്ഷമയോടെയാണ് നിൽക്കുന്നത് അല്ലേ, ആ ഒരു ക്ഷമ ശക്തി നിങ്ങൾക്കും കൂടി വന്നാൽ മാത്രമാണ് ഈ പേഴ്സണായിട്ട് ഒരുമിച്ചുള്ള ഒരു ലൈഫ് സക്സസ് ആക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ബിക്കോസ് ഈ പേഴ്സൺ ഒന്നും കാണാതെ അല്ലെങ്കിൽ ഒരു കാര്യത്തിനും വ്യക്തതയില്ലാതെ ഒന്നിനും ഈ പേഴ്സൺ ഇറങ്ങി തിരിക്കുകയില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് ഈ പേഴ്സൺ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് പണ്ട് ജീവിതത്തിൽ നടന്നു പോയിട്ടുള്ള പറ്റിപ്പോയിട്ടുള്ള തെറ്റുകൾ ഇനിയും ആവർത്തിക്കരുത് എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചിന്ത, അതാണ് ഈ പേഴ്സൺ ഇത്രയും ബോൾഡ് ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഹൗ ക്യാൻ വി കീപ് ഇറ്റ് മോർ ബെറ്റർ? ഐ മീൻ പ്രൊഡക്ടിവിറ്റി കുറച്ചും കൂടി എങ്ങനെ കൂട്ടാൻ പറ്റും? അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ഇപ്പോഴത്തെ പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്ക് മൂവിങ് ഓൺ ആണ് കിട്ടിയിട്ടുള്ളത്.
അതായത് ഒരു ലെറ്റ് ഗോ എനർജിയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ലെറ്റ് ഗോ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ. ഒരു കാര്യം തുറന്നു പറയുന്നില്ല. നിങ്ങൾ എന്ത് ചോദിച്ചാലും മേ ബി ഈ പേഴ്സൺ ഒരു തീരുമാനവും വ്യക്തതയും തരുന്നില്ല. കംപ്ലീറ്റ്ലി നിങ്ങൾ രണ്ടുപേരും സംബന്ധിച്ചിടത്തോളം ഒരു ലെറ്റ് ഗോ സിറ്റുവേഷൻ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ അത് ഫ്യൂച്ചറിൽ സക്സസ്ഫുൾ ആയിട്ട് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ബിക്കോസ് ഈ പേഴ്സൺ ഈ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഹിയർ വി ഗോട്ട് ദ ഫേം ഫൗണ്ടേഷൻ. ഈ പേഴ്സൺ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട്, അതായത് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതി ഓരോ ദിവസവും കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഈ പേഴ്സണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതൊക്കെ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. പക്ഷെ അത് നിങ്ങളോട് തുറന്നു പറയുന്നില്ല, തുറന്ന് സംസാരിക്കുന്നില്ല, വ്യക്തത തരുന്നില്ല. അത് ഈ വ്യക്തി ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം, അതായത് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളോട് പറയാം എന്നുള്ളൊരു ചിന്ത. ഓക്കെ, എല്ലാ കാര്യവും ഇപ്പൊ തന്നെ വെട്ടി തുറന്ന് പറയണ്ട. ഐ മീൻ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സ്വന്തമായിട്ട് നേടിയിട്ട് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഈ പേഴ്സൺ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും കുറച്ച് അകലം പാലിച്ചിരിക്കുകയാണ്. അതായത് ബൗണ്ടറീസ് വെക്കുന്നുണ്ട്, ലിമിറ്റേഷൻസ് വെക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ അടുത്ത് ഒരു മതല് പോലെ, അല്ലെങ്കിൽ ഒരു ഗേറ്റ് പോലെ സൃഷ്ടിച്ചിട്ടാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനാണ് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ പേഴ്സൺ പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ തയ്യാറാണോ? അതൊരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ മനസ്സുകൊണ്ട് ചോദിക്കുന്നുണ്ടാകാം, ഈ വ്യക്തിക്കപ്പോൾ ഞാനായിട്ടുള്ള വിവാഹ ജീവിതത്തിന് താല്പര്യമില്ലേ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിന് താല്പര്യമില്ലേ എന്ന് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് ചോദിക്കുന്നുണ്ടാകാം. ബിക്കോസ് താല്പര്യമുണ്ട്. ബട്ട് ഈ പേഴ്സൺ നമുക്ക് കാണാം, വി ക്യാൻ സി ട്രാപ്ഡ് ഇൻ എ ഫിയർ എന്ന് പറയുന്ന എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ പേഴ്സണ് ഒരു ഫൗണ്ടേഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ജീവിതത്തിനെ കുറിച്ചിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടില്ലാതെ, ഒരു പെർഫെക്റ്റ് പ്ലാനിങ് ഇല്ലാതെ നിങ്ങളെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്? നല്ല രീതിയിലുള്ള ഭയമുണ്ട്, പേടിയുണ്ട്. അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ബിക്കോസ് പേടിയാണെന്ന് ഈ വ്യക്തി ഒരിക്കലും തുറന്ന് നിങ്ങളോട് പറയില്ല. അത് ഈ വ്യക്തിയുടെ ക്യാരക്ടറിനെ അത് ബാധിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, ഈ വ്യക്തിക്ക് അത് ഈഗോ ആയതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അഭിമാനം കൊണ്ടായിരിക്കണം അങ്ങനെ പറയാനായിട്ട് ഈ വ്യക്തി തയ്യാറല്ല. അത് ഈ ജന്മം തീർന്നാലും ഈ വ്യക്തി അത് പറയില്ല. ഓക്കെ, എനിക്ക് പേടിയാണ് നിന്നെ കല്യാണം കഴിക്കാനായിട്ട്, ബിക്കോസ് എൻ്റെ കയ്യിൽ ഇത്രയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സോ അത് കാരണം എനിക്കിപ്പോൾ പറ്റില്ല എന്ന് പറയാനായിട്ടുള്ള ധൈര്യം ഈ വ്യക്തിക്കില്ല. പക്ഷെ ഈ വ്യക്തി നിങ്ങളായിട്ടുള്ള പാർട്ട്ണർഷിപ്പിന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഈ പേഴ്സണ് പേടിയാണ്. ബിക്കോസ് ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വേണം. ഓക്കെ, മേ ബി നിങ്ങളൊരു 33, 44, 55 അങ്ങനെയുള്ള നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക്, അത് ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ധാരാളം ഫൗണ്ടേഷൻസ് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ അടിത്തറ മീൻസ് അതിൻ്റെ ഒരു ലൈസൻസ്, അല്ലെങ്കിൽ ഒരു ഔട്ട്ലുക്ക്, അല്ലെങ്കിൽ ഒരു കൺട്രോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഈ വ്യക്തി നിങ്ങളായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എനർജി പ്രകാരം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ പേടി കൊണ്ട് നോ എന്നേ പറയുകയുള്ളൂ. ബിക്കോസ് എടുത്തു ചാടി കല്യാണം കഴിച്ച് നിങ്ങളെ കഷ്ടപ്പെടുത്താനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആൻഡ് ഓൾസോ നിങ്ങളായിട്ടുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷനും ബ്രേക്കപ്പ് സിറ്റുവേഷനും ഈ പേഴ്സണെ ഒരു പരിധിവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി തിരിച്ചു വരില്ലേ, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഇനി ഈ പേഴ്സണോട് യെസ് പറയില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ മതിയാക്കിയിട്ട് ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തോ, വേറെ വ്യക്തിയെ ചൂസ് ചെയ്തോ, കല്യാണമായോ എന്നിങ്ങനെയുള്ള ഒരു കൂട്ടം ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതിലേക്ക് ഈ വ്യക്തി പൂർണ്ണമായിട്ട് ചിന്തിച്ചു പോകുന്നില്ല. കാരണം അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ വിസ്ഡം കാർഡ് കിട്ടിയത്. കാരണം
അങ്ങനെ ഭയം വരുമ്പോഴാണ് ഈ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് അന്വേഷിച്ച് തുടങ്ങുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ നിങ്ങളെ ഒരു പരിധിവരെ സ്പൈ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ. ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട് ദ ത്രോട്ട് ചക്ര കാർഡാണ്. അതായത് ഈ പേഴ്സണ് നിങ്ങളോട് പൊസസീവ്നെസ് ഉണ്ടോ എന്നുള്ളതിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡാണ് ത്രോട്ട് ചക്ര. ഇറ്റ്സ് ഓൾ അബൌട്ട് ഈ പേഴ്സൺ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ ഫോട്ടോസ് നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ചാറ്റ് ചെയ്യുമ്പോഴോ ഈ പേഴ്സൺ സർട്ടൻ മന്ത്രങ്ങളോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സോ അഫർമേഷൻസോ പ്രാർത്ഥനാ രീതികളോ ഈ വ്യക്തി ചെയ്യുന്നുണ്ട്. ബിക്കോസ് ത്രോട്ട് ചക്ര ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ചാൻഡിങ് സം എനർജി. അതായത് ചാൻഡ് ചെയ്യുക, അതായത് പ്രാർത്ഥിക്കുക, മന്ത്രങ്ങൾ ഉരുവിടുക, അതിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു ത്രോട്ട് ചക്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി മന്ത്രങ്ങൾ ചൊല്ലുക, അതിലൂടെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യിപ്പിച്ച് ഈ വ്യക്തിയുടെ പക്കൽ തന്നെ ഭദ്രമാക്കി വെക്കുക എന്നുള്ള ഒരു പ്രവൃത്തി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ആളുകൾക്ക് ഇത് റീസണേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മന്ത്രോച്ചാരണത്തിലൂടെയും അല്ലെങ്കിൽ ഉച്ചാടനം അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ സംതിങ് അങ്ങനത്തുള്ള ടെക്നിക്സും കാര്യങ്ങളിലും കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടും അത് ഒരു പരിധിവരെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പേഴ്സണുമായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിരന്തരമായിട്ട് ഈ വ്യക്തിയെ കുറിച്ചിട്ടുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഫോട്ടോസ് നോക്കിയിരിക്കാനും ഈ വ്യക്തിയോട് സംസാരിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ചില സമയത്ത് നിങ്ങൾക്ക് അമാവാസി, പൗർണമി അത്തരത്തിലുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒട്ടും തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് പോകുന്നതായിട്ടും അത് കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് കരയുന്നതായിട്ടും അല്ലെങ്കിൽ നന്നായിട്ട് സന്തോഷിക്കുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ. സോ അത് ഈ പേഴ്സന്റെ പ്രാർത്ഥനകളും മാനിഫെസ്റ്റേഷനും ഒക്കെ ഈ പേഴ്സൺ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കൗൺസിലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഈ വ്യക്തിയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഓൾസോ നമ്മൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു മൂവിങ് എനർജി നമ്മൾക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ട്രാവലിംഗ് എനർജിയാണ് സൂചിപ്പിക്കുന്നത്. ട്രാവലിംഗ് എനർജി എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. സോ അത് മേ ബി വിദേശത്തായിരിക്കാം ഈ വ്യക്തി നോക്കുന്നത്. മേ ബി അവിടെ പോയിട്ട് സെറ്റിലായിട്ട് ഈ പേഴ്സൺ നിങ്ങളെയും കൂടി കൊണ്ടുപോകണം. അതായത് നിങ്ങളുടെ നേർക്ക് ഈ പേഴ്സൺ എപ്പോഴും ചിന്തിക്കുന്നത് പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് എന്നാണ്. അതായത് പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. നിങ്ങളെയും കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക്, ചുരുക്കി പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് എനർജി അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എനർജിയാണ് നമ്മൾക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് മേ ബി ആഫ്റ്റർ മാരേജ് നിങ്ങളെ കൊണ്ട് വെസ്റ്റേൺ ഫോറിൻ കൺട്രീസിലേക്ക് പോകാനോ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് താല്പര്യവും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഓൾസോ ദ ട്രൂ ഇന്റൻഷൻ ഓഫ് ദ പേഴ്സൺ ഈസ് അബൌട്ട് യു. അത് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഈ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ വന്നു പോയിട്ടുണ്ട്. അതായത് ഈ പ്രണയത്തിന്റെ കേസിൽ ഒരുപാട് ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് വിഷമിക്കുന്ന ഘട്ടങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കാര്യവും ഒരു പരിധി വരെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതോടുകൂടി അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് നിങ്ങൾ വന്നതോടുകൂടി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഈ വ്യക്തിയെ വേണ്ടാന്ന് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങളെ ആണെങ്കിലും ഈ പേഴ്സണ് ഒരു പരിധി വരെ വേണ്ടാന്ന് വെക്കാൻ താല്പര്യപ്പെടുന്നില്ല. വേണ്ടാന്ന് വെക്കാൻ പറ്റുന്നില്ല. എത്രയൊക്കെ ഇത് സ്കിപ്പ് ഔട്ട് ചെയ്തു പോകാം എന്ന് വിചാരിച്ചാലും ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാനായിട്ട് സാധിക്കുന്നില്ല. സോ അത് ഒരു പരിധി വരെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്.
ഓക്കെ, അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഈ പേഴ്സൺ ഉണ്ടെന്നും ഈ പേഴ്സന്റെ ഡെസ്റ്റിനിയിൽ നിങ്ങളും ഉണ്ടെന്നാണ് കാണിക്കുന്നത്. സോ അത് ഡെസ്റ്റിനിയിൽ നിൽക്കുന്ന പേഴ്സൺ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് പാർട്ട്ണറായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് നമുക്ക് ഇതും കൊണ്ട് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ആ പേഴ്സന്റെ ട്രൂ ഇന്റൻഷൻ എന്ന് പറയുന്നത്, യഥാർത്ഥ സത്യസന്ധമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ ചീറ്റ് ചെയ്യാനോ വേണ്ടാന്ന് വെക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. നിങ്ങളെ കല്യാണം കഴിച്ച് നിങ്ങളുടെ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ അറ്റ് ദ എൻഡ് ഓഫ് ദ പോയിന്റിന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ബട്ട് ഈ പേഴ്സൺ, നിങ്ങൾ മേ ബി ഒരു റിലീജിയസ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഇഷ്യൂസ്, മേ ബി നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ ഈ പേഴ്സണ് ചിലപ്പോൾ ഓടി വരാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ പോലും ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിലായിരിക്കാം. ഒരുപാട് ഡിസ്റ്റൻസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഈ പേഴ്സൺ, മേ ബി ഈ പേഴ്സൺ ലിയോ അല്ലെങ്കിൽ സാജിറ്റേറിയസ് ആയിരിക്കാം. അതായത് ഒരു യോദ്ധാവാണ്. നമുക്ക് കാണാം ഇവിടെ പകുതി ഒരു മനുഷ്യന്റെ മുഖവും ബാക്കി പകുതി നമുക്കൊരു ലയണിന്റെ മുഖവുമാണ് കിട്ടിയിരിക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പവർ. പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പൊ പുരുഷനാണെങ്കിൽ വളരെയധികം പൗരുഷം ഉള്ള ഒരു പേഴ്സൺ, അതായത് ഭയങ്കര ജിം ബോഡിയൊക്കെ ആയിട്ട് ഭയങ്കര മാസ്കുലൈൻ എനർജി തോന്നിപ്പിക്കുന്ന ഒരു എനർജി. അതല്ല, നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ വളരെ ഫെമിനൻ എനർജി തോന്നിപ്പിക്കുന്ന ഒരു രീതി. ബിക്കോസ് അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒരു വില്ലനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നാളെ ഈ പേഴ്സൺ അതിനെ തരണം ചെയ്യും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പലതവണയും ശ്രമിക്കുന്നുണ്ടാകാം, അതിന് സാധിക്കുന്നില്ല. അത് വീൽ ഓഫ് ഫോർച്യൂൺ കുറച്ച് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷെ അത് അനുകൂല അവസ്ഥയിലേക്ക് വരുമ്പോൾ, അതായത് അത് സപ്പോർട്ടിങ് എനർജിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പേഴ്സൺ ആ തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ദ നെക്സ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട്, ഈ പേഴ്സൺ കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ബിക്കോസ് അത് മേ ബി ഈ പേഴ്സൺ പലതരത്തിലുള്ള പ്രഡിക്ഷൻസ് ഈ പേഴ്സൺ കേൾക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ജാതകത്തിലോ അല്ലെങ്കിൽ സംതിങ് ഈ പേഴ്സന്റെ മനസ്സിൽ തന്നെ ഫുൾ ടൈം ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നുണ്ടായിരിക്കണം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പേഴ്സൺ എന്തുകൊണ്ടും യോജിച്ച ഒരു വ്യക്തി നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മനസ്സിലും അത് വരുന്നുണ്ടാകാം. എന്തുകൊണ്ടും നിങ്ങൾക്കും യോജിച്ച വ്യക്തി ഈ പേഴ്സൺ തന്നെയാണ്. പക്ഷേ ഈ പേഴ്സൺ എങ്ങാനും കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ, വാട്ട് ഹാപ്പൻഡ്, എന്ത് സംഭവിക്കും? ബിക്കോസ് ഇതാണ് നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം. സോ ഈ പേഴ്സൺ ചിന്തിക്കുന്നത്, ഇൻ കേസ് നിങ്ങളെ മിസ്സായി പോയാലോ ഈ പേഴ്സൺ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ലൈഫ് ഒരു ബിഗ് സീറോ ആയി പോകുമല്ലോ എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത്തരത്തിലുള്ള ചിന്തകൾ ഈ പേഴ്സണെ അലട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെയും അലട്ടുന്നുണ്ടാകാം. ഓക്കെ, അതായത് മിസ് ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ലൈഫിൽ ഇനി ഇതിലും വലിയ പരാജയങ്ങൾ ഇനി വേറെ വരാനില്ല. അത് നിങ്ങളുടെ ലൈഫിലും അങ്ങനെ തന്നെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു റിയാലിറ്റി ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. സോ ചില സമയത്ത് നിങ്ങളെ മിസ്സായി പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ വ്യക്തി ചിന്തിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു മനസ്സ് പെട്ടെന്ന് ഡിസ്റ്റർബ് ആവുന്നതായിട്ടും ഒരു അസ്വസ്ഥമാകുന്നതായിട്ടും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോൾ ഈ പേഴ്സൺ വലിയ ഫോർമാലിറ്റി ഒക്കെ വെച്ച് ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടായിരിക്കാം നിങ്ങളോട് സംസാരിക്കുന്നത്. സോ ഈ പേഴ്സന്റെ സംസാര രീതി കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓക്കെ, നിങ്ങളോട് ഈ പേഴ്സൺ ഇത്രയൊക്കെ സ്നേഹമുള്ളൂ, ഇത്രയൊക്കെ അറ്റാച്ച്മെന്റ് ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ സ്നേഹം, ഓക്കെ ഫൈൻ, എന്നാൽ ഞാൻ മാറിക്കൊടുത്തേക്കാം എന്നുള്ളൊരു മാനസികാവസ്ഥയായിരിക്കാം ഒരു പരിധി വരെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ അത് ആക്ച്വലി ഇറ്റ് വാസ് നോട്ട്. ബിക്കോസ് ഈ പേഴ്സണ് ടെൻഷൻ ഉണ്ട്. പക്ഷെ ഈ പേഴ്സണ് മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പൂർണ്ണമായിട്ടും നിങ്ങളെ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അറ്റ് ദ സെയിം ടൈം നിങ്ങളെ വേണ്ടാന്ന് വെക്കുക എന്ന് പറയുന്നത് തന്നെ ഈ പേഴ്സണെ കൊല്ലുന്നതിലും തുല്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഹിയർ വി ഗോട്ട് ദ ഫൈനൽ ഔട്ട്കം ഓഫ് ദിസ് റീഡിംഗ് ഇസ് ദ ബാലൻസ്.
and also the number 11 that we got in this reading. Maybe ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിരന്തരമായിട്ട് നമ്പർ 1, നമ്പർ 11, ട്രിപ്പിൾ 1, 1111 അങ്ങനെയുള്ള ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ that means you are on the right path, you are on the right love journey, you are choosing the right person. എല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യമാണ്. ചില സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം, ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ട് ഒരു ലൈഫ് ഇല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ദ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് പ്ലസ് ബാലൻസ് ആണ്. അതായത് കുറച്ച് നിങ്ങൾ വി ക്യാൻ സീ ദിസ് വൺ സോഡ് ആൻഡ് ഓൾസോ ദ കപ്പ് ഓഫ് ലവ് ആൻഡ് ഓൾസോ ദ പെൻറ്റിക്കിൾ. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സക്സസ് ആക്കി എടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും, ശാന്തമായിട്ട് ക്ഷമയോടെ ഇരിക്കേണ്ടതായിട്ട് വരും. ബിക്കോസ് അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പ്രത്യേകത. അതായത് ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു എനർജിയാണ്. അതായത് ഇറ്റ്സ് വിൽ ടേക്ക് ടൈം. അത് മേ ബി പാസ്റ്റ് ലൈഫ് കർമ്മ ബേസ് ചെയ്തൊക്കെ കിടക്കും. അപ്പോൾ ചെറിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഏറ്റവും അവസാനത്തെ ഇതിന്റെ ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് ബാലൻസ് തന്നെയാണ്. ബാലൻസ് മീൻസ് ഹാർമണി, സക്സസ്, സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, പ്രൊട്ടക്ഷൻ, ലവ്, ഇതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് വെറുതെ ആയി പോയി, അല്ലെങ്കിൽ പാഴാണ്, അല്ലെങ്കിൽ ടൈം വേസ്റ്റ് ആണ്, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പഠിക്കുകയാണെങ്കിൽ അത് ചെയ്യുക, ജോലിക്ക് പോവുകയാണെങ്കിൽ അത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്യുക, നിങ്ങളുടെ ഓരോ നിമിഷങ്ങളും നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോവുക. പക്ഷേ ഇതൊരിക്കലും വെറുതെ ആണെന്ന് പറയരുത്. ബിക്കോസ് ദിസ് പേഴ്സൺ ഇസ് വെരി ഇന്നസെന്റ് ആൻഡ് സിൻസിയർ ടു യു. ഓക്കെ, നിങ്ങളോട് വളരെ ഇന്നസെന്റ് ആൻഡ് സിൻസിയർ തന്നെയാണ്. പക്ഷേ ഈ പേഴ്സൺ എടുത്തു ചാടി ഈ പേഴ്സൺ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയേ അല്ല. ഓക്കെ, അത് നമുക്ക് ഓക്കെ, അതും നല്ലൊരു ക്വാളിറ്റി തന്നെയല്ലേ. എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ട് അവസാനം തലയെ കൈവെക്കുന്നതിലും നല്ലത് അത് കറക്റ്റായിട്ട് പോകുന്നതല്ലേ. ഐ ആം വെരി പൊസസീവ് ഫോർ യു. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വെൻ ഡു ഐ ഗെറ്റ് ടു സീ യുവർ ബ്യൂട്ടിഫുൾ ഫേസ് അഗെയിൻ, എന്നാണ് നിന്റെ മനോഹരമായിട്ടുള്ള മുഖം കാണാനായിട്ട് പറ്റുന്നത്. ഐ വാണ്ട് എ ഹാപ്പി മാരീഡ് ലൈഫ് വിത്ത് യു, ആർ യു ലവിങ് മീ ഹോണസ്റ്റ്ലി. ഓക്കെ, നിങ്ങൾ അവരെ സത്യസന്ധമായിട്ട് തന്നെയാണോ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യത്തിലും ഈ പേഴ്സൺ ഇടയ്ക്ക് ഡൗട്ട്ഫുൾ ആകുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ ചേസ് ചെയ്യുന്ന രീതിയൊക്കെ നിർത്തിയിട്ടുണ്ടാകാം. ഓക്കെ, ക്ലാസ്മേറ്റ് ആൻഡ് ഓൾസോ ലെറ്റർ കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഹിയർ വി ഗെറ്റ് ദ ബ്ലാക്ക് കളർ, ബ്ലാക്ക് ലവർ ആയിരിക്കണം. ആൻഡ് ഓൾസോ വിത്തിൻ 3 days വി ഗോട്ട് ബ്യൂട്ടി കോൺഷ്യസ്. ഓക്കെ, 6 age ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ 32 years. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.